അവസാനം കുറ്റസമ്മതം നടത്തിയല്ലേ എന്ന് നമ്മുടെ സലീം കുമാറിന്റെ പ്രസിദ്ധമായ ഡയലോഗ് പോലെ ഡൊണാൾഡ് ട്രംപിന്റെ ഫോക്സ് ന്യൂസുമായിട്ടുള്ള ഇന്റർവ്യൂ ഇപ്പോൾ വൈറലാകുകയാണ്. ഇന്ത്യയിൽ നമ്മുടെ വ്യത്യസ്ത ചാനൽ റൈറ്റ് ലീനിങ് എന്ന് വിളിക്കുന്ന ടൈംസ് നൗവും ന്യൂസ് 18 അടക്കമുള്ള ചാനലുകൾ ട്രംപിനെ ട്രോളിയും ട്രംപിനെ എതിർത്തും ആണ് അവരുടെ വീഡിയോകളെല്ലാം വന്നത്. ആക്രമിക്കാൻ പാടില്ലായിരുന്നു, കുറ്റസമ്മതം നടത്തി ട്രംപ് എന്ന് ന്യൂസ് 18 കൊടുത്തിരിക്കുന്നു. സമാനമായി ഏറ്റവും പ്രസിദ്ധമായ ദേശീയ തലത്തിലെ ചാനലുകളിലൊന്നായ ടൈംസ് നൗ കൊടുത്തിരിക്കുന്നത് ട്രംപ് അഡ്മിറ്റ്സ് ഇറാൻ വാർ മിസ്റ്റേക്ക് എന്നുള്ളതാണ്. ഇതിൽ ഇസ്രായേലിലും ഗൾഫ് അറബിലെ മേഖലകളിലെ ആൾക്കാരും ഞെട്ടി എന്നാണ്. ട്രംപ് പറഞ്ഞത് എന്താണ്, നമുക്ക് അതൊന്ന് കേൾക്കുകയും ചെയ്യാം. യഥാർത്ഥത്തിൽ ലോകത്തോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹങ്ങളിലൊന്നാണ് ഇറാൻ യുദ്ധം. നമ്മളുടേതടക്കം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എൻ്റെയും നിങ്ങളുടെയും അടക്കം നമ്മളുടെ വീടിനെയും അടുക്കളകളെയും ഒക്കെ ബാധിച്ച് നമ്മുടെ നാട്ടിൽ പോലും പണത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഫ്യൂവലിനും എനർജിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി, പെട്രോൾ പ്രൈസുകൾ അടക്കമുള്ളത് കൂട്ടി നമ്മുടെ എല്ലാം ജീവിതത്തെ വരെ ബുദ്ധിമുട്ടിക്കുന്ന തികച്ചും തെറ്റായൊരു തീരുമാനം. അമേരിക്കയ്ക്ക് 3 ലക്ഷം കോടി രൂപ മുതൽ 7 ലക്ഷം കോടി രൂപ വരെ നഷ്ടമായി എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് എന്ത് നേടി? ഒന്നും നേടിയില്ല. ഏർലിയർ പെൻറ്റഗൺ എസ്റ്റിമേറ്റ് $25 ബില്യൺ എന്നായിരുന്നു. പിന്നീട് അത് $29 ബില്യൺ ആയി. ചില ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റുകൾ പറയുന്നത് $71.8 ബില്യൺ, അതായത് ഏകദേശം 7 ലക്ഷം കോടി രൂപ അമേരിക്കയ്ക്ക് ഇതുവരെ നഷ്ടമായി എന്നാണ്. ഒരു ഗുണവുമില്ല. യുദ്ധക്കുതിയന്മാർക്കല്ലാതെ അമേരിക്കയിലെ ഇൻഡസ്ട്രിയൽ വാർ അല്ലെങ്കിൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനല്ലാതെ യാതൊരു ഗുണവും ഉണ്ടായില്ല. ഇനി മത്സരിച്ചത് മാത്രമല്ല, ബാക്കി ചാനലുകൾ അടക്കം എല്ലാവരും ട്രംപ് ചെയ്ത മണ്ടത്തരം, ട്രംപിൻ്റെ കുറ്റസമ്മതം അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓർക്കുക, ഇതൊന്നും നമ്മുടെ ദേശാഭിമാനി കൊടുക്കുന്നതല്ല, ഇതൊക്കെ റൈറ്റ് ലീനിങ് ചാനൽസായ ന്യൂസ് 18 ടൈംസ് നൗ ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്ത മണ്ടത്തരമായിരുന്നു, കുറ്റമായിരുന്നു. ട്രംപ് ഇതിനെ ഏതിനോടാണ് കമ്പയർ ചെയ്തത്, അതും കൂടെ കേൾക്കണം. ട്രംപ് ഇതിനെ കമ്പയർ ചെയ്തത് അമേരിക്ക ഇറാഖിൽ നടത്തിയ യുദ്ധത്തോടാണ്. അതൊരു ഡിസാസ്റ്റർ ആയിരുന്നു എന്ന് നമുക്കറിയാം. ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ സൈന്യം അവിടേക്ക് എത്തിയത്. അവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ കള്ളങ്ങളെല്ലാം പിന്നീട് പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടു. നമുക്ക് എന്തായാലും ന്യൂസ് 18 ആ വാർത്തയൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഈ റൈറ്റ് ലീനിങ് ചാനൽസിനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് വലതുപക്ഷക്കാരെ പറിച്ച് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട്. അതായത് ഇന്ത്യയിൽ ഇരിക്കുന്ന തീവ്ര ക്രിസംഗികളെയും തീവ്ര ഹിന്ദുത്വവാദികളെയും ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പബ്ലിക്കിൻ്റെ, ന്യൂസ് 18 ടൈംസ് നൗവിൻ്റെ ഒക്കെ എടുക്കുന്നത്. റൈറ്റ് ലീനിങ് നിൽക്കുന്ന ചാനലുകൾ തന്നെ അമേരിക്ക ചെയ്തത് മണ്ടത്തരമാണ്, അമേരിക്ക ചെയ്തെന്നല്ല, ട്രംപ് ചെയ്തത് മണ്ടത്തരമാണ് എന്ന് തിരിച്ചറിയുന്നു. ഇറാനെ ആക്രമിക്കാൻ പാടില്ലായിരുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ ഇറാന്റെ ആണവ പദ്ധതികൾ പശ്ചിമേഷ്യക്ക് മുഴുവൻ ഭീഷണിയായ ഘട്ടത്തിൽ മാത്രമാണ്. ഇത് എത്രയോ കാലമായി പറയുന്ന കള്ളങ്ങളാണ്. നെതന്യാഹു പല ദശാബ്ദങ്ങളായിട്ട് പറയുകയാണ്, ഇറാൻ ഇന്ന് ആണവായുധം ഉണ്ടാക്കും, നാളെ ആണവായുധം ഉണ്ടാക്കും, മറ്റന്നാൾ ആണവായുധം ഉണ്ടാക്കും. ഈ കള്ളം എത്ര കാലം പറയും എന്നുള്ളതാണ്. US ആക്രമണത്തിന് മുതിർന്നത്. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഇന്ന് ഉണ്ടാകില്ലായിരുന്നുവെന്നും ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ഇത് അമേരിക്കയിലെ വലതുപക്ഷക്കാർ സ്ഥിരം പറയുന്ന കള്ളമാണ്. സ്ഥിരം പറയുന്ന കള്ളമാണ്. ഇസ്രായേൽ നാളെ ഇല്ലാതാകും. അതുകൊണ്ടാണ് ഇത് കേൾക്കുന്ന അമേരിക്കയിലെ ഈ ജൂയിഷ് ലോബി എന്ന് വിളിക്കുന്ന ഐപാക് അടക്കമുള്ള സംഘടനകൾ അതൊരു സ്കെയർ മോങ്കറിംഗ് ആയിട്ട് പ്രവർത്തിപ്പിക്കും. എന്നിട്ട് ആ സ്കെയർ മോങ്കറിംഗ് എന്ന് പറഞ്ഞാൽ പേടി ജനിപ്പിക്കുക, പാനിക് ജനിപ്പിക്കുകയായിട്ട് പ്രവർത്തിക്കുക. ഇസ്രായേലിനെ നാളെ ഇല്ലാതാക്കുന്നു. ഇസ്രായേൽ നല്ല രാജ്യമാണ്, പാലസ്തീനും നല്ല രാജ്യമാണ്, രണ്ടും നല്ല രാജ്യങ്ങളായിട്ട് എക്സിസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ രണ്ട് സ്ഥലത്തും വാർമോങ്കേഴ്സ് ഉണ്ട്, യുദ്ധക്കൊതിയന്മാരുണ്ട്, തീവ്ര സ്വരക്കാരുണ്ട്, ഹാർഡ് ലൈനേഴ്സ് ഉണ്ട്. അവരാണ് ഇതിൻ്റെ പ്രശ്നം. You look at what happened with Iraq. We did so bad. That was such a foolish thing. ഇറാഖ് യുദ്ധം മണ്ടത്തരമായിരുന്നു എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിസാസ്റ്റേഴ്സിലൊന്നായിരുന്നു ഇറാഖ് യുദ്ധം. ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ്, ദശലക്ഷം കോടികൾ ചെലവഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അത് ഐസിസിന്റെ വളർച്ചയ്ക്ക് കാരണമായി. അത് പറയുന്ന ആരാണ്? അമേരിക്കക്കാർ തന്നെ. അതായത് യഥാർത്ഥത്തിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തിൻ്റെ മുഖങ്ങളിലൊന്നായ ഐസിസിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത് ഇറാഖിലുണ്ടാക്കിയ ഈ പവർ വാക്യൂമും ശൂന്യതയുമാണ് എന്നവർ തിരിച്ചറിയും. 20 വർഷം അഫ്ഗാനിസ്ഥാനെ അടിപ്പെടുത്തി, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ അവർ പറയുന്ന രീതി കൊണ്ടുപോകാൻ നോക്കി. അവസാനം എന്തു പറ്റി? അമേരിക്ക തോറ്റു പിന്മാറി. അവസാനം അഫ്ഗാനിസ്ഥാൻ വീണ്ടും ആര് ഭരിച്ചു? താലിബാൻ ഭരിച്ചു. ദശലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി, അല്ലെങ്കിൽ ഡോളറുകൾ ചെലവാക്കി, അവസാനം 20 വർഷത്തിന് ശേഷം ഒരു ഗുണവും ഇല്ലാതെ അമേരിക്കയ്ക്ക് അവിടെ പിന്മാറേണ്ടി വന്നു. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആയ മിലിറ്ററി എക്യുപ്മെന്റ് വെച്ച് അമേരിക്ക ഈ ബാക്കി രാജ്യങ്ങളിൽ ഇടപെടുന്ന പരിപാടി നിർത്തണം. നമ്മൾ ഇറാഖിൽ ഉണ്ടാവായിരുന്നില്ല. ബൈ ദ വേ, ഫസ്റ്റ് നമ്മൾ ഇറാഖിൽ പോകരുതായിരുന്നു.
Iran, but Iran നമ്മൾ ഇറാനിലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പക്ഷേ has the capability. If we didn't hit them with the B-2 bombers 9 months ago, they would have a nuclear weapon right now, ചുമ്മാ പറയുന്നു. and it would be a whole different story. Probably would have used it. You probably wouldn't have had them. You wouldn't have had Israel, but you probably wouldn't have had a Middle East. And then മിഡിൽ ഈസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നു? ഇറാൻ ബാക്കി എല്ലാ രാജ്യങ്ങളെയും ഇല്ലാതാക്കാൻ പോകുന്നു. ചുമ്മാ പറയുന്നതാണ്. അതായത് ഇറാൻ എന്ന ഇല്ലാത്ത എനിമിയെ ഉണ്ടാക്കി ആ എനിമി ഇസ്രായേലിനെ ഇല്ലാതാക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളെ കൂടെ കൂട്ടുപിടിക്കാൻ പറയുന്നതാണ് മിഡിൽ ഈസ്റ്റിനെ ഇല്ലാതാക്കുക. ഇത് സ്ഥിരം അമേരിക്ക പറഞ്ഞു വരുത്തുന്ന കള്ളമാണ്. അല്ലെങ്കിൽ അമേരിക്കയിലെ എക്സ്ട്രീം റൈറ്റ് വിങ്ങേഴ്സ് യുദ്ധക്കൊതിയന്മാരായി പറഞ്ഞു വരുത്തുന്ന കള്ളമാണ്. ആ കള്ളത്തിൽ യാതൊരു അർത്ഥവുമില്ല. യഥാർത്ഥത്തിൽ ആ കള്ളത്തിനെ പൊളിക്കാനും ഇറാനെ സംരക്ഷിക്കാനും ലോകതലത്തിൽ ഏറ്റവും ശക്തമായി മുമ്പോട്ട് വന്ന ആൾക്കാരിലൊന്ന് പോപ്പാണ്, പോപ്പ് ലിയോ. സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായി യേശുക്രിസ്തുവിനെ യുദ്ധത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തതെന്ന് പറയുകയും യേശുക്രിസ്തുവിനെ ട്രംപിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ അമേരിക്കക്കാരൻ കൂടിയായ നല്ല ക്രിസ്ത്യാനിയായ നല്ല കത്തോലിക്കനായ ഒരു പോപ്പ് ശ്രമിച്ചു എന്നുള്ളത് ലോകത്തിന് ആശ്വാസം പകരുന്നു. അമേരിക്കയുടെ തന്നെ കൂടെയുള്ള കൂട്ടാളികളായ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ അതിശക്തമായി അമേരിക്കയെ എതിർത്തു. ഇതൊന്നും ഇറാനോട് അമിതമായ സ്നേഹം ഉണ്ടായതുകൊണ്ടല്ല. പക്ഷേ ലോകത്ത് സമാധാനം നിൽക്കണമെങ്കിൽ റൂൾസ് ബേസ്ഡ് ഓർഡർ വേണം. അമേരിക്കയുടെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ വിംസ് ആൻഡ് ഫാൻസീസിൽ ലോകം നടക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി രണ്ട്, അമേരിക്ക എന്ന് പറയുന്നത് ശരിയല്ല. അമേരിക്കയിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും സമാധാനത്തിൻ്റെ പാതയിൽ വേണമെന്ന് വാദിക്കുന്നവരാണ്. റിപ്പബ്ലിക്കൻസിലെ ഒരു വിഭാഗവും ഡെമോക്രാറ്റ്സിലെ വലിയൊരു വിഭാഗവും അങ്ങനെ സമാധാനം വേണമെന്ന് പറയുന്നതാണ്. ഈ നോ കിങ്സ് അടക്കമുള്ള റാലികളിൽ അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തത് ഈ യുദ്ധക്കൊതിക്കെതിരെയാണ്. അമേരിക്ക വിയറ്റ്നാമിൽ തോറ്റു, അഫ്ഗാനിസ്ഥാനിൽ തോറ്റു, ഇറാഖ് കുളവാക്കി, ഇറാനിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ അവിടുത്തെ യുദ്ധക്കൊതിയന്മാർ തോക്കണം, എന്നാൽ മാത്രമേ ലോക സമാധാനം ഉണ്ടാകൂ. അമേരിക്ക എന്ന രാജ്യം നിലനിൽക്കട്ടെ, ട്രംപിനെ പോലുള്ള യുദ്ധക്കൊതിയന്മാർ ഇല്ലാതാകട്ടെ.